ഭയങ്കര സന്തോഷമുണ്ട് സാർ. കാരണം ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ഇപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതും അർബൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അതെനിക്ക് കിട്ടിയതും കേരള ബാങ്കിൽ എനിക്ക് കയറാൻ പറ്റിയതും അതേപോലെ തന്നെ JCIക്ക് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നതും എല്ലാം എനിക്ക് ഇവിടെ സഹകാരി ജോയിൻ ചെയ്യാൻ പറ്റിയത് മാത്രമാണ്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സക്സസ് സ്റ്റോറി സീരീസ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു ഇരട്ട റാങ്ക് ഹോൾഡറാണ്. അപ്പോൾ അതുല്യ കേസിൻ്റെ മറ്റൊരു സ്റ്റോറി കേരള ബാങ്കിൽ 31 റാങ്ക് ഹോൾഡറാണ്. ആ സ്റ്റോറി നിങ്ങൾ ആൾറെഡി കണ്ടു കഴിഞ്ഞു, അതുല്യയുടെ എക്സ്പീരിയൻസ് എല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ അന്നേ നമ്മൾ പറഞ്ഞു ഒരു വര കൂടി വരേണ്ടി വരുമെന്നല്ലേ. JCI റാങ്ക് ലിസ്റ്റ് വന്നാൽ വരാതെ നിങ്ങളുടെ അടുത്തേക്ക് ആ സ്റ്റോറി എത്തിക്കാത്തതും തരവില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് മലപ്പുറത്ത് വെച്ച് ഒന്നുകൂടെ കാണുകയാണ്. അപ്പോൾ നമുക്ക് 2 റാങ്ക് ലിസ്റ്റിൽ പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ 2 റാങ്ക് ലിസ്റ്റിൽ പെട്ട് നിൽക്കുമ്പോഴത്തേക്കുള്ള ഒരു ഫീൽ എന്താണ്? ഭയങ്കര സന്തോഷമുണ്ട് സാർ. കാരണം ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ഇപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതും അർബൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അതെനിക്ക് കിട്ടിയതും കേരള ബാങ്കിൽ എനിക്ക് കയറാൻ പറ്റിയതും അതേപോലെ തന്നെ JCIക്ക് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നതും എല്ലാം എനിക്ക് ഇവിടെ സഹകാരി ജോയിൻ ചെയ്യാൻ പറ്റിയത് മാത്രമാണ്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര നന്ദിയുണ്ട്. ഓക്കെ. അപ്പോൾ എസ്പെഷ്യലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 3 പരീക്ഷകളിലും ആൾക്ക് എക്സൽ ചെയ്ത് എത്താൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ പഠനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങൾ ഈ കുട്ടിയൊക്കെ ഒന്ന് പറഞ്ഞെടുക്കാമോ? ഞാൻ കൂടുതലും എനിക്ക് പെട്ടെന്ന് മറവി എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും ഉള്ള സംഭവമാണ്. അതേപോലെ എനിക്കും ഭയങ്കര മറവി ആയിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തിരുന്നത് റിവിഷൻ ഭയങ്കരമായിട്ട് നോക്കിയിരുന്നു. ഇപ്പോൾ ഒരു ടോപ്പിക്ക് ഇന്ന് പഠിച്ച നാളെ ആ ടോപ്പിക്കും പുതിയ ടോപ്പിക്കും പഠിക്കും. ആ രീതിയിലായിരുന്നു ഞാൻ റിവിഷൻ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ സഹകാരിക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്, സ്റ്റഡി പാറ്റേൺ ഉണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി. അതുപോലെ തന്നെ എക്സാം ഒക്കെ ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ ഒരുപാട് അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി. അത് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ മീൻസ് എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ അവരുടെ ആണ്. നമ്മുടെ മെന്റർഷിപ്പ് ആയിരുന്നു ഹാൻഡിൽ ചെയ്യുന്നത് വിദ്യ എന്നായിരുന്നു. വിദ്യ. ഓക്കെ. വിദ്യ നമ്മുടെ കണ്ണൂരുള്ള. ഓ ഓക്കെ. അപ്പോൾ വിദ്യ ഇപ്പോൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ കൂടുതലൊന്നും ചോദിക്കാല്ലേ, കാര്യം അതുല്യയുടെ സ്റ്റോറി നിങ്ങൾ കണ്ടതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കുട്ടിയെ കൊടുക്കുന്ന മെസ്സേജ് ഇട്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കണം. എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാത്തതായിട്ട് നമുക്ക് ആഗ്രഹിച്ചാൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അത് നമ്മൾ ഫോക്കസ് ആയിട്ടിരുന്ന എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന എല്ലാവരും പഠിക്കുക. നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് കിട്ടും, ഉറപ്പാണ്.